ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ഞാനും ഉണ്ടാക്കി ABC ജ്യൂസ്. കുറേ കാലമായിട്ടോ വിചാരിക്കുന്നത് ഇതൊന്നും ഉണ്ടാക്കണമെന്ന്, ABC ജ്യൂസ്. അപ്പോൾ ഈ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പവർ ഹൗസാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി, സ്ട്രെങ്ത്ത്, എനർജി ഒക്കെ തരുന്നൊരു ജ്യൂസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബീട്രൂട്ട്, ഒരു ചെറിയ ആപ്പിള്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്. ഓക്കെ. ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഡൈജഷനും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും, നല്ല സ്കിന്നൊക്കെ നന്നായി തിളങ്ങാനും, നല്ലൊരു എനർജി കിട്ടാനും, നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനും, പിന്നെ ഒരു റിലാക്സ് ആയിട്ടിരിക്കാനും, ഈ മുടി നന്നായിട്ട് വളരാനും, മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കും നല്ലതാണ്. അതിനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഈ ജ്യൂസ് കേട്ടോ. നമ്മൾ ഈ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ വെജിറ്റബിളും ആപ്പിളും ഒക്കെ നമ്മൾ പീൽ ചെയ്യണം, സ്കിന്നൊക്കെ ഒന്ന് കളയണം. ഏത് വെജിറ്റബിൾ ആയാലും നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എത്ര ഹെൽത്തി എന്ന് പറഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ വെജിറ്റബിൾസ് നന്നായി കഴുകിയില്ലെങ്കിൽ ഹെൽത്തിനേക്കാളും കൂടുതൽ നമുക്ക് രോഗങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പീൽ ചെയ്യാം. ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ സ്കിൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ സഹായിക്കും. ഈ ഗ്ലൂത്താത്തിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലിമെൻ്റൊക്കെ വാങ്ങി കഴിക്കാറില്ലേ, അതിനേക്കാളും നമ്മളിങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ലത്. ഡെയിലി വേണ്ട, ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ഒന്ന് കുടിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടോട്ടൽ ഒരു പവർ ഹൗസാണ് ഈ ഒരു ജ്യൂസ് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറേ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഗ്രൈൻഡ് ആവില്ല. പിന്നെ ഇതിൻ്റെ തൊലിയായാലും കളയാറുണ്ട്. ഞാൻ ആദ്യം ഇത് കണ്ടത് ഷാൻജി ചേട്ടൻ്റെ വീഡിയോയിലാണ്. അപ്പോൾ തൊലി ഞാൻ ആപ്പിളിൻ്റെ ആയാലും കളയാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ആപ്പിളായാലും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെക്കണം. പിന്നെ ഇതൊരു നല്ല ഹെവി ഫുഡാണ് കേട്ടോ, അത്യാവശ്യം ഹെവിയാണ്. നിങ്ങളിത് അരിക്കാതെയാണ് കുടിക്കുന്നതെങ്കിൽ അത്യാവശ്യം ഹെവി ആയുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ 2 മെയിൻ ഭക്ഷണങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു സമയം, അതായത് മിഡ് ഡേ മീലായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഡിന്നറിനും ലഞ്ചിനും ഇടയ്ക്കുള്ള ഒരു സമയത്തായിട്ടോ അങ്ങനെ വേണം ഇത് കഴിക്കാൻ. പിന്നെ ഞാനിതിന് സ്വീറ്റിനായിട്ട് ഓൾറെഡി ആപ്പിൾ ഉണ്ട്, പക്ഷെ ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയ സ്പൂണാണ് എടുത്തുള്ളതുകൊണ്ട് ഈ 3 പ്രാവശ്യം എടുത്തു. അധികം ഷുഗർ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാം, ഡയബറ്റിക് പേഷ്യൻസിനായാലും ഈ ഒരു 3 ദിവസത്തിലൊരിക്കലൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഹെൽത്തിന് നല്ലതൊക്കെ ആണെങ്കിലും ഒരു 2 ദിവസത്തിൽ ഒരിക്കൽ ഇത് കഴിച്ചാൽ മതി. ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ 2 ദിവസത്തിലൊരിക്കൽ കഴിച്ചാൽ മതി. എന്താ വെച്ചാൽ അധികം ബീട്രൂട്ട് കഴിക്കുന്നത് കിഡ്നി ഫങ്ഷന് പ്രോബ്ലം ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട്, ഞാൻ തണുത്ത വെള്ളമാണ് ചേർത്തത്, എനിക്ക് ജ്യൂസ് നല്ല തണുപ്പ് വേണമായിരുന്നു. നന്നായിട്ടൊന്ന് ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് അരിച്ചിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് കുടിക്കാം. ഇനി ഐസ് ക്യൂബ്സ് ആക്കണമെങ്കിൽ എന്തായാലും അരിച്ചെടുക്കണം. എന്നിട്ട് ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് കുടിക്കാം, അതും നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ, ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക. താങ്ക് യു സോ മച്ച്.